ഹായ് ഓൾ, നമുക്കിന്ന് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ മാങ്ങാക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനായി ഞാൻ ഒരു അത്യാവശ്യം വലിയ ഒരു മാങ്ങ എടുത്തു തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി ഇവ ചേർത്ത് ഒരു അരമണിക്കൂർ മാറ്റിവെച്ചു. നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റിവെച്ചു. പിന്നീട് നമുക്ക് ഒരു തേങ്ങ ചിരകിയതെടുത്ത് അതിൻ്റെ 1-ാം പാല്, 2-ാം പാല് എന്നിവ മിക്സിയിലടിച്ച് മാറ്റിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു സവാള എടുത്ത് നീളത്തിൽ അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നീട് 1 ടീസ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച 2-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ നന്നായി ഒന്ന് തിളച്ച് അതിൻ്റെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 2-3 ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.